അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സുകാരുടെ ലിസാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം സിൽ ബിൽ മുനാസിബി, യോജിപ്പിക്കാനാണ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പേരുകൾ അറബിയിൽ കള്ളികളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ നമ്മൾ യോജിപ്പിക്കാനാണ്. ഇവിടെ ആദ്യത്തെ ചിത്രം എന്താണ്? നല്ല ഓറഞ്ച് ആണല്ലേ. ഓറഞ്ചിന് എന്താ അറബി പറയാ? ബുർത്തുഖാലുൻ. അപ്പം അതിന് നേരെ നമ്മൾ വരച്ച് കൊടുക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? വത്തക്കാണല്ലേ. വത്തക്കൊക്കെ എന്താണ് നമ്മൾ അറബി പറയാ? ബിത്തീഖത്തുൻ. അപ്പം അതിന് നേരെ നമ്മൾ വരച്ച് കൊടുക്കുന്നു. ഇനി അടുത്ത ചിത്രം നോക്കൂ. നല്ല ചുവന്ന ആപ്പിളാണല്ലേ. ആപ്പിളിന് എന്താ നമ്മൾ പറയാ? തുഫാഹത്തുൻ. അപ്പം അതിന് നേരെ നമ്മൾ വരച്ച് കൊടുക്കണം. ഇനി അടുത്ത ചിത്രം നോക്കൂ. എന്താണത്? ഒരു പേനയാണ്. പേനക്ക് എന്താ പറയാ? കലമുൻ. അപ്പം അതിന് നേരെ നമ്മൾ വരച്ച് കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം കമിലിൽ ഫറാ, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് അൻത, തിൽക്ക, ഫി, അല എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു പ്രാവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അത് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ മുകളിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല എന്ന് എഴുതി കൊടുക്കുക. അല ഷജറത്തി, മുകളിലായതുകൊണ്ട് അല എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തേത് ഒരു മകൻ്റെ ഫോട്ടോമാണ്. അപ്പോൾ നമ്മൾ ഇബ്നുൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അൻത എന്നാണ് എഴുതി കൊടുക്കേണ്ടത്, അൻതി എന്ന് എഴുതി കൊടുക്കരുത്. അതൊരു പെൺകുട്ടിയാണെങ്കിൽ അൻതി എന്ന് എഴുതാൻ പാടുള്ളൂ. ഇതൊരു ആൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ അവിടെ അൻത എന്നാണ് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ നോക്കൂ. ഡാഷ് കലമുൻ ഡാഷ് അൽ ജേബി കലമുൻ. കീശയിൽ പേനയുണ്ട് എന്ന് പറയാനാണ്. കീശയിൽ എന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഫി എന്ന് ആവശ്യമാണ്, ഇൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഫിൽ ജേബി കലമുൻ, കീശയിൽ പേനയുണ്ട്. ഇനി നാലാമത്തേത് ഡാഷ് ഹിറത്തുൻ, പൂച്ചക്കുട്ടി. ഹിറത്തുൻ എന്നതിൽ അവസാനം ഹാത്ത വന്നു, പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മളവിടെ തിൽക്ക എന്നാണ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം സെമിൽ അഷ്യ അത്താലിയത്ത്. ഇവിടെ ചിത്രങ്ങൾക്കൊക്കെ പേര് ഈ ഭാഗത്ത് എഴുതി കൊടുക്കാനാണ്. ഒന്നാമത്തെ ചിത്രം എന്താണ്? പപ്പായയാണല്ലേ. പപ്പായയുടെ അറബി എന്താണ്? ബബായ. പപ്പായ ബബായ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു സൈക്കിളാണല്ലേ. സൈക്കിളിന് എന്താണ് അറബി? ദർറാജത്തുൻ. എന്താണ്? ദർറാജത്തുൻ. മൂന്നാമത്തേത് വെണ്ടക്കയാണ്. വെണ്ടയ്ക്ക് എന്താണ് നമ്മൾ അറബി പറയാ? ബാമിയ. നമ്മളവിടെ ബാമിയ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തേത് കാറാണ്, ഒരു കാറാണ്. അപ്പോൾ കാറിന് എന്താ നമ്മൾ അറബിയിൽ പഠിച്ചിട്ടുണ്ട്? എന്താണ്? സയ്യാറത്തുൻ. ഇനി അടുത്ത പ്രവർത്തനം അജിബ് അസ്ഇലത്തി അൽ ആത്തിയ. ഇവിടെ ഒന്നാമത്തേത് ചോദിച്ചിട്ടുള്ളത് ഐന ഇബ്നു, എവിടെയാണ് കുട്ടി? ഇവിടെ കുട്ടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം അൽ ഇബ്നു അല ദർറാജത്തി, കുട്ടി സൈക്കിളിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കണം. ഇനി രണ്ടാമത്തേത് വെളുത്തുള്ളി ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് മാതാലിക്ക, അത് എന്താണ്? അതെന്താണ്? നമ്മൾ വെളുത്തുള്ളിക്ക് അറബിയിൽ പഠിച്ചിരുന്നു. എന്താണ്? സൂമുൻ എന്നാണ് അല്ലേ. അപ്പം നമ്മൾ ദാലിക സൂമുൻ എന്ന് തന്നെ പറയണം. ദാലിക സൂമുൻ. ഇനി മൂന്നാമത്തേത് ഒരു കുട്ടീനെ തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് മൻ ഹാദ, ഇത് ആരാണ്? ഇതൊരു കുട്ടിയാണ്. അപ്പോൾ ഹാദ ഇബ്നുൻ. അഞ്ചാമത്തെ പ്രവർത്തനം നസിലുൽ അഴദാത്ത്. ഇവിടെ നമ്പറുകൾ യോജിപ്പിക്കാനാണ്.
ഇവിടെ കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്. അതിന് അനുയോജ്യമായത് നേരെ വരച്ച് കൊടുക്കാനാണ്. ഒന്നാമത്തേത് സലാസത്തുൻ. സലാസത്തുൻ എന്നെന്താണ്? 3 അല്ലേ? ഇവിടെ 3 ചിത്രം എന്തെങ്കിലും ഉണ്ടോ? 3 ചിത്രമുള്ളത്. അവിടെ ഒരു പെൻഗ്വിന്, 3 പെൻഗ്വിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നേരെ നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം ഈ 3 പെൻഗ്വിൻ്റെ നേരെ. ഇനി രണ്ടാമത്തെ തന്നിട്ടുള്ളത് ഹംസത്തുൻ. ഹംസത്തുൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. അപ്പോൾ 5 എണ്ണം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ആപ്പിൾ 5 എണ്ണമാണ് അല്ലേ? 1 2 3 4 5 അങ്ങനെ എണ്ണിയിട്ട് നിങ്ങൾ അതിന് നേരെ വരച്ചു കൊടുക്കുക. ഇനി മൂന്നാമത്തേത് ഇസ്നാൻ. ഇസ്നാൻ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. 2 എണ്ണം എന്താണ്? ഒരു 2 മുയലുകളുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു ചിത്രത്തിന് നേരെ നമ്മൾ ഇത് വരച്ചു കൊടുക്കുക. ഇനി നാലാമത്തേത് സബറത്തുൻ. 7 എണ്ണം. ഇവിടെ 7 മീനുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെ നമ്മൾ വരച്ചു കൊടുക്കുക. അടുത്ത പ്രവർത്തനം നസ്അലു മിനൽ ആതിയത്ത്. ഇവിടെ ചോദ്യങ്ങൾ എഴുതി കൊടുക്കാനാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഇങ്ങനെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഒന്നെങ്കിൽ ചോദ്യങ്ങൾ എഴുതാനായിരിക്കും അല്ലെങ്കിൽ ഉത്തരങ്ങൾ എഴുതാനായിരിക്കും ചോദിക്കുക. ആദ്യം തന്നെ ഇവിടെ ഒരു ചിത്രത്തിൽ എന്താണ്? ഒരു പ്രാവ് ചുമരിൻ്റെ മുകളിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ എന്തായിരിക്കും പറയുക? പ്രാവ് എവിടെയാണെന്നാണ് ചോദിക്കാൻ സാധ്യത. അപ്പം നമ്മളവിടെ ഐനൽ ഹമാമത്തു എന്നാണ് ചോദിക്കേണ്ടത്. ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെയാണ്? അൽ ഹമാമത്തു അലൽ ജിദാരി എന്നാണ് അല്ലേ? ഇനി രണ്ടാമത്തെ ഫോട്ടോ നോക്കൂ. ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ തിൽക ബിൻതുൻ, അത് പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? പെൺകുട്ടി ആയതുകൊണ്ട് തിൽക്ക എന്നാണ് പറയേണ്ടത്. മൻ തിൽക്ക, അത് ആരാണ് എന്ന് ചോദിക്കാനാണ് അത് തിൽക്ക എന്നത് പെൺകുട്ടി ആയതുകൊണ്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ഫോട്ടോ ഒരു ഉസ്താദും കുട്ടിയും കൂടി ഉള്ളതാണ്. ഉത്തരമായി ഹാദ ഉസ്താദി, ഇതെൻ്റെ ഉസ്താദാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുക? അതാരാണ് എന്നായിരിക്കും അല്ലേ? ഇത് ആരാണ് എന്നാണ്. ഇനി അടുത്തത് ഒരു കോഴീൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, ഒരു പൂവൻകോഴിയുടെ. ഉത്തരമായി ദാലിക്ക ദീക്കുൻ എന്ന് പറയുന്നുണ്ട്. അത് പൂവൻകോഴിയാണ്, ഒരു പൂവൻകോഴിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുക? അതെന്താണ് എന്നായിരിക്കും അല്ലേ? പൂവൻകോഴി എന്നത് ഒരു ആണായത് കൊണ്ട് തന്നെ ദാലിക്ക എന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം തഅറഫ് ബിൻ നഫ്സിക്. നമ്മളെ പറ്റിയിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടാനാണ്. ഒന്നാമത്തേത് ഇസ്മി, എൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. ഇതിപ്പോൾ ബുക്കിത്തതാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. അപ്പോൾ ഇസ്മി ജാസ്മുൻ. രണ്ടാമത്തേത് അദ്റുസു, ഞാൻ പഠിക്കുന്നു. ഫി, എന്തിൽ, എത്രാം ക്ലാസ്സിലാണ്? അസൊഫിസാനി എന്ന് എഴുതി കൊടുക്കുക. എന്താണ്? അസൊഫിസാനി, 2ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു. ഇനി മൂന്നാമത്തേത് ഫി ബൈത്തി, എൻ്റെ വീട്ടിൽ. അഖി വ ഉഖ്തി, സഹോദരിയും സഹോദരനുണ്ട്. നിങ്ങൾക്ക് ഉമ്മി വ അബി എന്നൊക്കെ എഴുതാം. ഇനി നാലാമത്തേത് ഹാദിഹി, ഇത് ഹക്കീബത്തി, എൻ്റെ ബാഗാകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ 2ാം ക്ലാസ്സുകാരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വീഡിയോ നിങ്ങളുടെ സബ്സ്ക്രൈബ് പ്രതീക്ഷിച്ചിട്ടാണ് ഇടുന്നത്. എല്ലാവരും അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.